ഇന്നത്തെ സുവിശേഷം വായിച്ചിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, യേശു ആരാണ്? നമുക്ക് വ്യത്യസ്തമായ ഉത്തരങ്ങളുണ്ടാവും. ചോദിക്കുന്ന ചോദ്യം യേശു നമുക്കാരാണെന്നുള്ളതല്ല, യേശു ആരാണ്? ബേസിക്കലി ഹു ഈസ് ഹി? അതാണ് ചോദ്യം. അദ്ദേഹം ആരാണ്? ഒരു ചരിത്ര പുരുഷനായ ക്രിസ്തുവിനെ എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും? യോഹന്നാൻ സുവിശേഷകനാണ് വളരെ മനോഹരമായിട്ട് അത് വ്യക്തമാക്കിയത്. അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞു 4 കാര്യങ്ങളിലൂടെ. അതാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. യേശു ആരാ? യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് പുതുമയൊന്നുമല്ല. ഇതിനു മുമ്പും ഈ വാക്ക് അവർ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അബ്രഹാത്തിൻ്റെ കാലത്ത് ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയത് മുതൽ അവർക്ക് കുഞ്ഞാടെന്നുള്ള കോൺസെപ്റ്റ് വളരെ കൃത്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിനു മുമ്പുള്ള കുഞ്ഞാടുകളൊക്കെ ബലിയർപ്പിക്കപ്പെടുന്നുണ്ട്, രക്തം ചിന്തപ്പെടുന്നുണ്ട്, പാവപരിഹാര ബലിക്ക് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞാട് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. കാര്യം ഈ കുഞ്ഞാടിൻ്റെ പ്രത്യേകത, അത് എന്നേക്കുമായുള്ള പാപം മോചിക്കപ്പെടുന്നവനാണ്. ഇവൻ രക്ഷയ്ക്ക് കാരണമാകുന്ന കുഞ്ഞാടാണ്. ഇവനും മുറിയപ്പെടേണ്ടവനാണ്, ഇവനും രക്തം ചിന്തേണ്ടവനാണ്. അതാണ് ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത്. മറ്റെല്ലായിടത്തു നിന്നും ക്രിസ്തു വ്യത്യസ്തനാകുന്ന ആദ്യ ഘടകം, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. രക്തം ചിന്താൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നവനാണ്. രണ്ടാമതായിട്ട് ആദ്യം മുതലേ ഉള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത്, ഒരു ഉൽപ്പത്തിയുടെ കാലം മുതൽ തന്നെ അവൻ ഈ ഭൂമിയിലുണ്ടായിരുന്നു. സൃഷ്ടിയുടെ കാലം മുതൽ തന്നെ അവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൻ ജന്മം കൊണ്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണമെന്ന് മാത്രമേ ഉള്ളൂ, മറിച്ച് ഈ ഭൂമിയിലും അവൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു സൃഷ്ടാവെന്നൊരു കോൺസെപ്റ്റ്, നമ്മയ്ക്ക് സൃഷ്ടിച്ചവനെന്നൊരു തിരിച്ചറിവ് ക്രിസ്തുവിൽ നമുക്ക് എത്തിച്ചേരണമെന്നുള്ളത് യോഹന്നാൻ സുവിശേഷകൻ ആവർത്തിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്നവരാണ്. ഇതിനു മുമ്പും സ്നാനമൊക്കെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്തും അനേകർ സ്നാനം നൽകിയിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ സ്നാനം എങ്ങനെ വ്യത്യസ്തപ്പെട്ടു? ആ സ്നാനത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകപ്പെട്ടു. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്ന് വ്യത്യസ്തനാക്കിയതാണ് നമ്മുടെയൊക്കെ ക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ പ്രത്യേകത. ആ സ്നാനം നമ്മളെ കുറച്ചുകൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കും. അങ്ങനെ ക്രിസ്തു വ്യത്യസ്തനാകുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിലൂടെയാണ്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് അറിയുമ്പോഴാണ് അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ളൊരു കൃപ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നത് ക്രിസ്തുവിലൂടെയാണ്. നാലാമതായിട്ട് അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇതായിരുന്നല്ലോ തുടക്കം മുതലുള്ളൊരു പ്രശ്നം. സാത്താൻ ഒന്ന് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക. അവിടെ തുടങ്ങിയതാണ് പ്രശ്നം. എല്ലായിടത്തും നീ ദൈവപുത്രനാണെന്ന് പിശാച് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ തെറ്റായ ഉദ്ദേശത്തോടുകയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ക്രിസ്തു അങ്ങനെ ദൈവപുത്രനാണെന്ന് തന്നെ തെളിയിക്കില്ല. എന്നാൽ അവൻ തെളിയിച്ചൊരിടമുണ്ട്, അത് കാൽവരിയിലെ കുരിശാണ്. അവിടെ ശതാധിപനെ വിളിച്ച് പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അങ്ങനെ തൻ്റെ പുത്രത്വം അവൻ തെളിയിച്ചത് കാൽവരിയിലെ കുരിശിലാണ്. പ്രിയമുള്ളവരെയും, നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു ഈ ഭൂമിയിൽ ആരാണെന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. അവൻ രക്ഷകനാണ്, ദൈവപുത്രനാണ്, പരിശുദ്ധാത്മാവിനെ നൽകിയവനാണ്, ആദ്യം മുതലേ ഉള്ളവനാണ്. ഇത് മറന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും ആ ഉത്തരം ശരിയാകില്ല. പലപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ ഒത്തിരി ഡൈല്യൂട്ട് ചെയ്ത് ആ സത്യത്തെ നഷ്ടപ്പെടുത്തി കളയുമെന്ന് തോന്നാറുണ്ട്. നമ്മൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് അവസാനം ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ഒരു കൂട്ടുകാരനാണെന്നൊക്കെ പറയുമ്പോൾ ഒന്നും തെറ്റാകുന്നു എന്നുള്ളതല്ല, മറിച്ച് അങ്ങനെ ഒത്തിരി കൂട്ടുകാരുണ്ടാകാമല്ലോ. എന്ത് പറയുമ്പോഴും അതിന് ഒത്തിരി സാധ്യതകളുണ്ടല്ലോ. എന്നാൽ സാധ്യതകളില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ക്രിസ്തു ഉടമയായി എന്നുള്ളതാണ് ഈ ലോകത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം, ഈ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. അങ്ങനെ ക്രിസ്തുവിനെ കുറച്ചും കൂടി ഏകരക്ഷകനാണെന്നും അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും പരിശുദ്ധാത്മാവിനെ നൽകിയവനാണെന്നൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാകും. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാകും. 1-ാം ക്ലാസ്സിലെ മതബോധനത്തിൻ്റെ 1-ാമത്തെ പാഠം തന്നെ നമ്മൾ പഠിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതിൽ ക്രിസ്തു ഏകരക്ഷകനെന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു ചിന്ത ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. ക്രിസ്തു നമുക്ക് ആരാണെന്ന് ചോദിച്ചാൽ അവൻ എൻ്റെ രക്ഷകനാണെന്ന് പറയാൻ ആദ്യം കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.